എനിക്ക് 4 പെൺകുട്ടികളാണ്. ഞാൻ ഈ ഓട്ടോ ഓടിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പേടിയുണ്ട്. കാരണം പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് നല്ല പേടിയുണ്ട്. അപ്പോഴാണ് നല്ല രാത്രി ഇത് വന്ന് ചെയ്തിട്ട് പോയത്. ശല്യം ചെയ്യുന്നു, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അവിടെ വന്ന് നിൽക്കുന്നു, ബസ് കയറുന്ന അവിടെ ഏതോ മൊബൈൽ ഷോപ്പ് അവിടെ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്ത ആളുടെ പേരും അയാളുടെ സ്വദേശമൊക്കെ എവിടെയാണ്? പേര് ആസിഫ് എന്നാണ്. താമസിക്കാൻ പറഞ്ഞ ഒരു 300 മീറ്റർ 400 മീറ്റർ അപ്പുറത്താണ്. പാലക്കാട് മേപ്പറമ്പ് കുറിച്ചാങ്കുളത്തുള്ള റഫീഖ് എന്ന ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. മകളെ ഒരു യുവാവ് നിരന്തരം ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ വരുമാനം കൂടി ഇല്ലാതാക്കുന്ന വിധം ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു മാസത്തോളമായിട്ട് മോളെ ഈ സ്കൂളിൽ പോകുമ്പോഴും ട്യൂഷന് പോകുമ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോൾ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം പറഞ്ഞു, ഇങ്ങനെ ഉണ്ട്, പോകുമ്പോൾ ചെക്ക് സ്കൂളിൽ അവിടെ വന്ന് നിൽക്കണു, ട്യൂഷന് പോകണം അവിടെ വന്ന് നിൽക്കണം, ബസ് കയറാൻ നിൽക്കണം, അവിടെയൊക്കെ വന്ന് നിൽക്കണം. ഞാനും വിചാരിച്ച് ചെറിയ കുട്ടികളായിരിക്കുന്നു പറഞ്ഞിട്ട് ഞാനും അത് വിട്ടു. പിന്നെ ഒരു പറഞ്ഞ് കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഡോറൊക്കെ തുറന്നിട്ട് കയറടി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടി കരഞ്ഞിട്ട് പിന്നെ പോകണില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചിറങ്ങിയത്. 10-30 വയസ്സുള്ള പയ്യനാണ് അവൻ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ കണ്ടു, വണ്ടി ഓടിയിട്ട് വരുന്ന സമയത്ത് സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന സമയത്ത് കണ്ട സമയത്ത് ഞാൻ ചോദിച്ചു, നീ എന്തിനീ കുട്ടികളെ കാറൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടികളെ വിളിച്ച് കയറ്റുന്ന എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ പെങ്ങളുടെ മകളാണ്, നിങ്ങളാരാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ മകൾ എന്നാൽ നിൻ്റെ പെങ്ങളുടെ മകളേത്, അത് എൻ്റെ മോളാണല്ലോ, നീ എൻ്റെ മോളെ എങ്ങനെ വിളിച്ച് കയറ്റും, അത് ആൾ മാറിയതാണ് അങ്ങനെ എന്ന് പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് പോലീസിൽ പരാതി ചെയ്യും, നീ കള്ളും കഞ്ചാവ് മേടിച്ചിട്ട് നടക്കണമെന്നൊക്കെയാണ് ഇവിടെ കേട്ടത്. ഞാൻ അവൻ്റെ ഫോട്ടോ എടുത്തത്, വണ്ടീൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം പോലീസിൽ പരാതിപ്പെടാം എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ മോള് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാവിലെ ഇന്ന് പോകാമെന്നുള്ള ഐഡിയയിലായിരുന്നത്. ഞായറാഴ്ച പോയിട്ട് നമുക്ക് പരാതിപ്പെടാം എന്നുള്ള ഇതിലാണ് ഇരുന്നത്. കാരണം എനിക്ക് 4 പെൺകുട്ടികളാണ്. ഞാൻ ഈ ഓട്ടോ ഓടിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പേടിയുണ്ട്. കാരണം പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് നല്ല പേടിയുണ്ട്. അപ്പോഴാണ് നല്ല രാത്രി ഇത് വന്ന് ചെയ്തിട്ട് പോയത്. ഇത് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോകാന്ന് പറഞ്ഞ് ശ്വാസം മുട്ടിട്ട് നമ്മൾ എണീച്ചത്. ഇവിടെയുള്ള അയൽവക്കങ്ങളും ഇവരൊക്കെ നിങ്ങൾ അങ്ങനെ മകളെ ശല്യം ചെയ്യരുത്, അങ്ങനെ ശല്യം ചെയ്യുകയാണെങ്കിൽ പോലീസിന് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നീട് രാത്രി വന്ന് കത്തിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ എങ്ങനെയാണ് ഇത് കത്തുന്ന ശബ്ദം കേട്ടത്? ഇത് തൊട്ട് അടുത്ത വീട്ടുകാർ കണ്ടിരുന്നു. എന്നിട്ട് ഈ പുക മൊത്തം ഉള്ളിലേക്ക് വന്നിട്ട് നമുക്ക് ശ്വാസം മുട്ടായിരുന്നു ഉറക്കത്തില്ല. അങ്ങനെ എണീച്ച് ഇവരെല്ലാവരുടെയും സൗണ്ടും വിളി എല്ലാം നമുക്ക് കേട്ടപ്പോൾ വന്ന് പിന്നെ ആ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും ഇവിടെ ചേർന്നിട്ടാണ് ഇത് കെടുത്താനും ഇതിനെല്ലാം വന്നത്. ഇപ്പോൾ ഈ ഓട്ടോ ഈ രൂപത്തിൽ എന്തായാലും സർവീസ് നടത്താൻ കഴിയില്ലല്ലോ? ഇത് നടത്താൻ പറ്റില്ല. നാളെ രാവിലെ സ്കൂൾ ട്രിപ്പ് എടുക്കണം, എന്താ ചെയ്യണമെന്ന് ഐഡിയ ഇല്ലാണ്ട് ആലോചിച്ച് നിൽക്കുക നമ്മൾ. ഇത് മാത്രമാണ് വരുമാനം? ഇതേ ഉള്ളൂ. പിന്നെ ഒരു ചായ വണ്ടി ഇട്ടിട്ടുണ്ട് സിവിൽ സ്റ്റേഷൻ്റെ അവിടെ. ചായക്കാർ ഞാനും വൈഫും പഠിച്ചാണ്. മകൾ എത്രാം ക്ലാസ് പഠിക്കുക? 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിൽ. ഈ മകള് നിരന്തരം നിങ്ങളോട് വന്ന് പരാതി പറയുന്നു, ശല്യം ചെയ്യുന്നു, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അവിടെ വന്ന് നിൽക്കുന്നു, ബസ് കയറുന്ന അവിടെ ഏതോ മൊബൈൽ ഷോപ്പ് അവിടെ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്ത ആളുടെ പേരും അയാളുടെ സ്വദേശമൊക്കെ എവിടെയാണ്? പേര് ആസിഫ് എന്നാണ്. താമസിക്കാൻ പറഞ്ഞ ഒരു 300 മീറ്റർ 400 മീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. എനിക്ക് ആളെ അറിയില്ലായിരുന്നു. ഇപ്പം ഇന്നലെയാണ് ഞാൻ നേരിട്ട് കണ്ടത്. അപ്പോഴാണ് നമ്മുടെ അനിയനും ഇവരൊക്കെ പറഞ്ഞത് ഇവിടെ അടുത്തുള്ള തന്നെയാണ് ചെക്കൻ, നമുക്ക് അതിന് വീട്ടിൽ പോയി പറയാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാത്രി വന്ന് ചെയ്തിട്ട് പോയിരിക്കണം. ഇപ്പോൾ ഈ ആഷിഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇയാളാണെന്ന് കണ്ടെത്തുന്നത്? നേരിൽ കണ്ട ആൾക്കാരുണ്ട്, ഈ വീട്ടിൽ നിന്ന് കണ്ടത്. പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം അവൻ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കത്തിച്ചാണെന്ന്. ഈ നിങ്ങൾ ഈ ചോദിച്ചൊറ്റ കാരണത്താൽ കത്തിച്ചു എന്നാണ് പറയുന്നത്? അവൻ പറയണത് അവൻ്റെ മാമി അവരൊക്കെ നോക്കി നിൽക്കുമ്പോൾ ചോദിച്ചു, അതുകൊണ്ട് ആ ദേഷ്യത്തിൽ ഞാൻ കത്തിച്ചാണ് എന്നാണ് അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു പോലീസ്. ഇനിയിപ്പോൾ അവൻ പുറത്തിറങ്ങുമ്പോൾ ഒരു ആശങ്കയുണ്ടോ? നല്ല പേടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും തൊഴിലിന് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വയസ്സായ അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. ഞാനും വൈഫും ചായക്കച്ചവടം ചെയ്യുന്ന ഇതിൻ്റെ അവിടെ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കയറി ചെയ്തിട്ട് പോയാൽ ആയിരിക്കും പിന്നെ നഷ്ടം നമുക്കാണല്ലോ വരിക. ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ആശങ്കയും പേടിയും നല്ലുണ്ട്. എന്നാലും ഈ ഓട്ടോറിക്ഷയുടെ ഉൾഭാഗമെല്ലാം തന്നെ പൂർണ്ണമായി കത്തിയ നിലയിലാണ് ഉള്ളത്. ഇത്രയും ഒരു മകളെ ശല്യം ചോദ്യം ചെയ്തു എന്ന ഒറ്റ കാരണത്താലാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. ആഷിഫ് എന്ന ആ വ്യക്തിയെ ഈ നാട്ടുകാരൻ തന്നെയാണ്, കുറിച്ചാങ്കുളം സമീപത്തുള്ള വ്യക്തിയാണ്. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇസ്മായിൽ, മീഡിയ 1 പാലക്കാട്.